ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 47 ഉലൂഖലബന്ധനം ശ്ലോകം 7. ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനമഖിലം കിലൈക്ഷതാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ബന്ധും ഇച്ഛതി യം ഏവ സജ്ജനസ്തം ഭവന്തം അയി ബന്ധും ഇച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനം അഖിലം കിലൈക്ഷത. നമുക്കതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ബന്ധും ബന്ധുവായി, ഇച്ഛതി ആഗ്രഹിക്കുന്നത്, യം ഏവ യാതൊരുവനെ തന്നെയാണോ, സജ്ജന സജ്ജനങ്ങൾ, തം ഭവന്തം അതേ ഭവാനെ തന്നെ, അയി അല്ലയോ ഭഗവൻ, ബന്ധും ഇച്ഛതി ബന്ധുവായി ആഗ്രഹിക്കുന്നത്, സ ആ യശോദ, നിയുജ്യ കൂട്ടിച്ചേർത്ത് കെട്ടിയിട്ട്, രസനാ ഗുണാൻ കയർ കഷ്ണങ്ങൾ, ബഹൂൻ വളരെയേറെ, ദ്വ്യങ്കുലോനം 2 അങ്കുലം കുറവായി, ഐക്ഷത കില കാണപ്പെട്ടു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ബന്ധുമിച്ഛതി ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. നാഥ എന്നാണ് ന്ധു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഇച്ഛതി ഛ അച്ഛൻ എന്നൊക്കെ ഉള്ളതിലത്തെ ഛ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. യമേവ യം ഏവ അതാണ് യമേവ. സജ്ജന തം ചേർത്തിട്ട് സജ്ജനസ്തം. സജ്ജന എന്നുള്ളത് 2 ജന്ന് ചേർത്ത് എഴുതിയതാണ്. സഞ്ജന എന്നൊന്നും വായിക്കരുത്, സജ്ജന എന്നാണ്. ഭവന്തം അയി ഭവന്തമയി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ അതേപോലെ ബന്ധുമിച്ഛതി ന്ധു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഛ എന്നുള്ളതും ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ഇവിടെ അതേപോലെ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഹൂൻ ദ്വ്യങ്കുലോനമഖിലം ദ്വ്യ എന്നുള്ളത് ചിഹ്നം 2 ചിഹ്നം ഒപ്പം ഉണ്ട്, അത് ശ്രദ്ധിച്ചോളൂ. ദ്വ്യങ്കുലോനമഖിലം അഖിലം എന്നുള്ളതിൻ്റെ ഖീന്ന് നന്നായിട്ട് ഊന്നി പറയണം. കിലൈക്ഷത ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്വ്യങ്കുലോനമഖിലം കിലൈക്ഷത. അടുത്തത് 8ാമത്തെ ശ്ലോകം. വിസ്മിതോത്സ്മിത സഖീജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. വിസ്മിതോത്സ്മിത സഖീജനേക്ഷിതാം സ്വിന്ന സന്ന വപുഷം നിരീക്ഷ്യ താം നിത്യമുക്ത വപുർ അപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിസ്മിതോത്സ്മിത സഖീജനേക്ഷിതാം വിസ്മയിച്ചവരും ചിരിക്കുന്നവരുമായ സഖീജനങ്ങളാൽ വീക്ഷിക്കപ്പെടുന്നവളും, സ്വന്നസന്ന വപുഷാം വിയർപ്പണിഞ്ഞ് ക്ഷീണിച്ച ശരീരത്തോടു കൂടിയവളുമായി, നിരീക്ഷ്യ കണ്ടിട്ട്, താം അവളെ, നിത്യമുക്ത വപു ശാശ്വതമായി മുക്തമായ, അപി ശരീരത്തോടു കൂടിയവനെങ്കിലും, ഹരേ വിഷ്ണു ബന്ധം ഏവ ബന്ധനം തന്നെ, കൃപയ അനുകമ്പയാൽ, അന്വമന്യഥ അനുവദിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം.
വിസ്മിതോത്സ്മിത, വിസ്മിതോത്സ് സ് ന്ന് ചേർത്ത് എഴുതാണത് സാന്ന് താസാന്ന്. വിസ്മിതോത്സ്മിത. സഖി എന്നുള്ളതിൻ്റെ കീന്ന് നന്നായിട്ട് ഊന്നി പറയണം. സഖി ജനേക്ഷിതാം, ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. താന്ന് നീട്ടിയിട്ട് മുറുക്കം. സ്വിന്ന, സ്വി നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വിന്ന സന്ന വപുഷം. നിരീക്ഷ്യ, ഇവിടെയും ക്ഷ്യ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. താന്ന് നീട്ടിയിട്ട് മുറുക്കം. നിത്യമുക്ത വപൂർ അപി അഹോ ഹരേ. ബന്ധമേവ, ബ എന്നുള്ള അക്ഷരം മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ന്ഥ എന്നുള്ളത് നാഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. കൃപയാ അന്വമന്യഥ, അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. കൃപയാ അന്വ, ഇവിടെ അതേപോലെ ന്വ നവള ചിഹ്നം. അന്യഥ, ന്യാന്ന് ഉള്ള ചിഹ്നവും ന്വ എന്നുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ വ്യത്യാസം. കൃപയാന്വമന്യഥാഹ, ഥാ നീട്ടിയിട്ട് നമ്മൾ വിസർഗം പറയണം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിസ്മിതോത്സ്മിത സഖീ ജനേക്ഷിതാം സ്വിന്ന സന്ന വപുഷം നിരീക്ഷ്യതാം. നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്വമന്യഥാ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.